നമസ്തേ. രത്നശാസ്ത്ര ആരംഭിക്കുകയായി. കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്. രത്നശാസ്ത്രയിലേക്ക് സുസ്വാഗതം സർ. നമസ്കാരം. നമസ്തേ. നമ്മൾ മനസ്സിനെക്കുറിച്ചും മനസ്സിൻ്റെ ഒരു കാരകഗ്രഹമായ ചന്ദ്രനെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിങ്ങനെ അവസാനിപ്പിച്ചത്. അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നമ്മൾ നോക്കുന്നത് പോലെ തന്നെ മാനസികമായിട്ടുള്ള ആരോഗ്യം, മനസ്സിൻ്റെ ആരോഗ്യം നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് തുടങ്ങുകയാണ്. വരുന്ന കുറച്ച് എപ്പിസോഡുകളിൽ പറയാം. അതായത് ഈ ചന്ദ്രൻ്റെ രത്നങ്ങളെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞത്. ഈ മനസ്സ് സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും എക്കാലത്തെയും അല്ലെങ്കിൽ എവരും അനുഷ്ഠിച്ചു പോകേണ്ട ഒരു കാര്യം അതാണ്. കാരണം വെച്ചാൽ ഇപ്പോൾ അതിനൊക്കെ വേണ്ടി ഇപ്പോൾ ഒരുപാട് യോഗ, അതുപോലെ തന്നെ മെഡിറ്റേഷൻസ്, പിന്നെ മൈൻഡ് പവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ നാട്ടിലുണ്ട് താനും. അതെ. ഇപ്പോൾ മനസ്സ് കൈവിട്ട് പോയാലെല്ലാം പോയി. ഏത് പ്രശ്നം വന്നാലും നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ സ്റ്റേബിളായി നിന്നാൽ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ചിലരെന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ തന്നെ കുഴഞ്ഞു മറിഞ്ഞു പോകും. അപ്പോൾ ഒരു ബർത്ത് ചാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന് ലഗ്നം, വ്യാഴം, സൂര്യചന്ദ്രന്മാർ. ഇത്രയും സംഗതികൾ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതാ ചെക്ക് ചെയ്യുന്നത്. വ്യാഴം നന്നായാൽ എല്ലാം നന്നായി, സൂര്യചന്ദ്രന്മാർ നന്നായാൽ ഒരുവിധം കാര്യങ്ങളെല്ലാം ഭംഗിയായി. കാരണം അവർ നമുക്ക് വെട്ടവും വെളിച്ചവും പ്രകാശവും നമുക്ക് തരുന്നത് പോലെ തന്നെ അത് ജീവിതത്തിലേക്കും അവർ തന്നെയാണ് തരുന്നത്. സൂര്യചന്ദ്രന്മാർക്ക് ബ്രൈറ്റ്നസ് വന്ന ആ വ്യക്തി സക്സസ്ഫുള്ളായി. അതിൽ ചന്ദ്രൻ്റെ കാര്യം നമ്മൾ ചന്ദ്രൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ചന്ദ്രൻ വന്നാൽ ചന്ദ്രൻ നല്ല സ്ട്രെങ്തൻ ആയിട്ട് ഒരു ചാർട്ടിലുണ്ട്. ബാക്കി എല്ലാ ഗ്രഹങ്ങളും മോശം സൈഡിൽ നിന്നാൽ പോലും ആ ചന്ദ്രൻ നന്നായാൽ നമ്മൾ മനസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നേരിടും, സോൾവ് ചെയ്യും. പ്രോബ്ലംസ് വരുന്നത് സോൾവ് ചെയ്യും. മറ്റെല്ലാ ഗ്രഹങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലും മൂൺ വളരെ ഡെബിലിറ്റേഷനിൽ വന്ന് മൂൺ വളരെ മോശമായി നിൽക്കുന്ന ഒരവസ്ഥയിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതിനെ ഒന്ന് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു മനോബലം ഈ വ്യക്തിക്ക് ഉണ്ടാവില്ല. എന്ത് പ്രോബ്ലം വന്നാലും അതിനെ നേരിടാനുള്ള മനോബലം തരുന്നത് ഡെഫിനറ്റ്ലി മൂണാണ് നമുക്ക് സുഖമായ ഉറക്കം, മനസ്സിന് സ്വസ്ഥത, അമ്മയുമായിട്ടുള്ള ഒരു സൗഹൃദം, അടുപ്പം, കണക്ഷൻസ് എല്ലാം, പഴയ നൊസ്റ്റാൾജിക് ഫീലിങ്സ് എല്ലാം മൂണ് തന്നെയാണ് തരുന്നത്. ഒരു ലൂമിനസ് പ്ലാനറ്റാണത്. അപ്പം ശരിക്കും ഞാൻ അതിനൊരു ചാർട്ട് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 11-11-83 ഒരു ചാർട്ടാണ്. വ്യക്തിയുടെ പേരോ ഒന്നും പറയുന്നില്ല, ബാക്കി വിശദാംശങ്ങളൊന്നുമില്ല. ചാർട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. മേടലഗ്നം, ഫസ്റ്റ് ഹൗസ് മേടലഗ്നം. സെക്കൻഡ് ഹൗസിൽ രാഹു എന്ന് പറയുന്ന ഛായാഗ്രഹം. തേർഡ് ഹൗസിൽ ഒന്നുമില്ല. ഫോർത്തിൽ വന്ന് അവിടെ മൂണാണ്. ആ മൂണ് 11th ഹൗസിൽ പോയിട്ട് 10th ഹൗസിൽ പോയി നിൽപ്പുണ്ട്. വീനസ് ചൊവ്വായും കൂടെ നമ്മൾ കന്നി രാശിയിൽ നിൽക്കുന്നു. അപ്പം ശുക്രൻ നീചപ്പെട്ടു പോയി, വീനസ് നീചപ്പെട്ടു പോയി. 7ൽ സൂര്യനും ശനിയും കൺജക്ഷൻ വന്നു. അതിൻ്റെ ഡിഗ്രി അനുസരിച്ച് പക്കാ കൺജക്ഷൻ തന്നെയാണ്. 7th ഹൗസിലാണ് വന്നിരിക്കുന്നത്. 8th ഹൗസിൽ ബുധൻ, വ്യാഴം, കേതു, ഗുളിയൻ ഇങ്ങനെയുള്ള ഗ്രഹങ്ങളെല്ലാം ഉണ്ട്. 10th ഹൗസിൽ ഈ പറഞ്ഞ പോലെ മൂൺ നിപ്പുണ്ട്. ഇതൊരു ലേഡിയുടെ ചാർട്ടാണ്. ഇവരുടെ സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത് രാഹുവാണ് നിൽക്കുന്നത്. ആ സെക്കൻഡ് ഹൗസ് ഇടവമാണ്. സെക്കൻഡ് ഹൗസ് മേടത്തിൻ്റെ സെക്കൻഡ് ഹൗസ് ഇടവമാണ്. അത് ഹാൻഡിൽ ചെയ്യുന്ന ശുക്രൻ പോയി നീചത്തിൽ പോയി. അപ്പം 2ാം ഭാവം കൊണ്ട് തന്നെ, അതായത് സംസാരം കൊണ്ട് തന്നെ റോങ് എഫക്റ്റ് വരുന്ന ഒരു ചാർട്ട്.
2 സർപ്പമാണ് നിൽക്കുന്നത്. അത് തന്നെ കുറച്ച് ഈ പറഞ്ഞതുപോലെ ഔട്ട് സ്പോക്കൺ, ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ഒരു നേച്ചറുണ്ട്. 2ാം ഭാവാധിപൻ നീചത്തിൽ പോയപ്പോൾ ആ ഭാഗം വളരെ മോശമായി. 7th ഹൗസിൽ സൂര്യനും ശനിയും പക്കാ കൺജക്ഷൻ. 7th ഹൗസ്. 7th ഹൗസ് അറിയാമല്ലോ, പാർട്ണർഷിപ്പ്. ലേഡീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ട്ണർ ആയിട്ട് ഡിസ്പ്യൂട്ടായി ഈ സൂര്യശനി കൺജക്ഷൻ നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് 7th ഹൗസിൽ നിൽക്കുന്നത് കൊണ്ടും അത് കോർട്ട് കേസിലായി. വളരെ റോങ് ആയിട്ടുള്ള പ്ലാൻ. പിന്നെ 8th ഹൗസിലാണ് ബാക്കി ബുധൻ, വ്യാഴം, കേതു, പുളിയനൊക്കെ വൃശ്ചികത്ത് നിൽക്കുക. അപ്പം സ്റ്റൊമക്ക് അപ്സെറ്റ്. ഭാഗ്യാധിപനാണ് വ്യാഴം, അത് 8ൽ പോയി. ഇങ്ങനെ എല്ലാം കൊണ്ടും ഈ ചാർട്ട് നോക്കുമ്പോൾ ഒന്നും ഈസിയല്ല, നത്തിങ് ഈസി. എല്ലാത്തിനും ചലഞ്ചസ്. സംസാരിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ട് പക്ക ഇത് തന്നെയാണ് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കേസ് വിട്ടിട്ടില്ല, കോടതി കേസ് നടക്കുന്നു. പിന്നെ എന്തോ അങ്ങനെ സാറേ ഞാൻ എല്ലാം അങ്ങ് നേരിടാൻ ഞാനിപ്പം പഠിച്ചു. നേരിടാൻ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മൂൺ മാത്രമേ ഇവിടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുള്ളൂ. അപ്പോൾ ആ 4th ഹൗസിൻ്റെ 4th ഹൗസ് പറഞ്ഞാൽ നമുക്ക് ജീവിതം എല്ലാം തരേണ്ട ഒരിതാണ്. അത് പോയി 10th ഹൗസിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. എങ്കിൽ പോലും ആ ജോലിയിലും ചലഞ്ചസ് ഉണ്ട്. കാരണം 10th ഹൗസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കാപ്രിക്കോണാണ്, അതായത് മകരം രാശിയാണ്. മകരത്തിൽ ശനിയാണ് അതിൻ്റെ കൈകാര്യം ചെയ്യുന്നത്. ശനി ഉച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിലും സൂര്യ ശനി ബന്ധം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. എന്താ പറയുക, ലൈഫിലെ ഓരോ സൈഡിലും സ്ട്രഗിളിംഗ് ആണ്. ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത്ര ഈസിയല്ല, നത്തിങ് ഈസി. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം ഉണ്ടെന്ന് ചോദിച്ചാൽ പരിഹാരമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിലുണ്ട്. എല്ലാത്തിനും പരിഹാരം കാണത്തില്ല. നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പം ഒന്നും അത്ര ഈസി ആയിട്ട് സിമ്പിളായിട്ട്, കാരണം സൂര്യശനി ബന്ധം വന്നു, അത് 7th ഹൗസ് വന്നപ്പോൾ തന്നെ പാർട്ണർ സൈഡ് പോയി. പിന്നെ സ്ട്രെയിനാണ്. സൂര്യൻ നമുക്ക് ഇതുപോലുള്ള റോങ് കൺജക്ഷനിലും ഡെബിലിറ്റേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൃത്യമായിട്ട് എത്തിപ്പെടത്തില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അതിനുള്ള റിസൾട്ട് ആരും നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എക്സെപ്ഷൻ ഇത് 7th ഹൗസിലായതുകൊണ്ട് ആ ലൈഫ് പാർട്ണർ ഒട്ടും പുള്ളിക്കാരി അക്സെപ്റ്റ് ചെയ്ത് കാണത്തില്ല. മനസ്സിലല്ലേ? ഏത് ഹൗസിലാണ് നിൽക്കുന്ന ഇതുപോലത്തെ റോങ് കൺജക്ഷൻ നിൽക്കുന്ന അതാണ് നമ്മൾ സംസാരിച്ച് വരേണ്ട കാര്യം. ഇപ്പോൾ 7th ഹൗസിലായതുകൊണ്ട് ആ സൈഡ് തീരെ മോശം. പിന്നെ അതുപോലെ തന്നെ ഈ സൂര്യശനി ബന്ധവും സൂര്യന് നീചത്തെയും വന്നിരിക്കുന്നത് കൊണ്ട് ലാക്കിംഗ് റെക്കഗ്നീഷൻ അതും വളരെ പ്രോമിനൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ തരണം ചെയ്യുന്നത് വെച്ചാൽ എല്ലാത്തിനും ഇപ്പോൾ ഇതിന് സൂര്യൻ്റെയും ശനിയുടെയും കല്ല് നമുക്ക് കൊടുക്കാൻ വകുപ്പില്ല, ബ്ലോക്കേജാണ്. അപ്പോൾ അത് അനുഭവിച്ച് തന്നെ തീരണം. അതാണ് ആ ഡെസ്റ്റിനി. വീനസ്, ശുക്രൻ്റെ കല്ലുകൾ നമുക്ക് കൊടുക്കാൻ ഒരു കാരണവശാലും കൊടുക്കാൻ പറ്റില്ല. ഒരു നോസ്പിൻ ഡയമണ്ട് ഇട്ടതുപോലെ ഞാൻ അവരോട് വളരെ അഴിച്ചു വെച്ചു. അത് തന്നെയല്ല, 6th ഹൗസിലാണ് പോയി നീചപ്പെട്ട് നിൽക്കുന്നത്. 6th ഹൗസിൽ വീനസ് നീചപ്പെട്ട് നിന്നാൽ യൂറിനറി പ്രോബ്ലംസ്, യൂറിക് ആസിഡ്, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം പെട്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസിൽ കയറി വരും. ഒരു പ്ലാനറ്റ് ഒരു ചാർട്ടിൽ നന്നായിട്ട് നിന്നാൽ പല മേഖലകളിലായിരിക്കും നന്നാകുന്നത് എന്ന് പറഞ്ഞ പോലെ ഒരു ഗ്രഹം നമുക്ക് മോശമായിട്ട് നിന്നാൽ പല കാര്യങ്ങളായിരിക്കും, ഒരു കാര്യം മാത്രമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഫാമിലി, ലൈഫ്, ഹെൽത്ത് ഇഷ്യൂസ്, അതിന് ഡയമണ്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ 8th ഹൗസിൽ നിൽക്കുന്ന ബുധൻ, വ്യാഴം, ഇതിൻ്റെ ഒന്നും കല്ലുകൾ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം 8th ഹൗസ് ഒരു സപ്പോർട്ടീവ് ഹൗസ് അല്ല. അപ്പോൾ ഇവർക്ക് കുറേ കാര്യങ്ങൾ അവർ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. കുറച്ച് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ അനുഭവിച്ച് തന്നെ പോകണം. പിന്നെ കുറച്ച് ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ പറ്റും. അതുപോലുള്ള മെഡിറ്റേഷനും ചാരിറ്റി വർക്കുകളും കാര്യങ്ങളും ഒക്കെ കൊണ്ട് കുറച്ച്, ഇത് പഴയ ബർത്തിൻ്റെ ഇമ്പാക്റ്റായത്, പൂർവ്വജന്മത്തിൻ്റെ സഞ്ചിത കർമ്മമാണിത്. അത് നമുക്ക് കാരണം നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്യും.
കൃത്യമായ കാര്യമാണ്. ബൈബിളിൽ അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീ വിതയ്ക്കുന്നത് കൊയ്യും. അപ്പം നമ്മൾ തന്നെയാണ് ഇതിൻ്റെ പ്രോബ്ലം കാര്യം. നമ്മൾ ഒരു ബർത്തിൽ വളരെ മോശമായ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ വില കൽപ്പിക്കാത്തത് കൊണ്ട് ഇപ്പം നമ്മളെ ആരും വില കൽപ്പിക്കാത്ത സ്ഥിതിയായി. ഇതിനൊന്നും പരിഹാരവും ഇല്ല, അനുഭവിച്ച് തന്നെ തീരേണ്ടതായിട്ട് സ്ഥിതി. അതാണ് പറഞ്ഞത്, എല്ലാത്തിനും പരിഹാരം നമുക്ക് ചിലപ്പം കിട്ടില്ല. അത് നമ്മൾ തന്നെ ഒന്ന് അനുഭവിച്ച് തന്നെ അത് കടന്നു പോകണം അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ 7th ഹൗസിൽ സൂര്യനും ശനിയും വന്നപ്പോൾ പിതൃഗുണങ്ങളും പോയി. കാരണം സൂര്യൻ പിതാവാണല്ലോ, അച്ഛന്. അപ്പോൾ ആ ഗുണങ്ങളും അവിടെ നഷ്ടപ്പെട്ടു, കിട്ടാതെ പോയി. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഈ 3 നിൽക്കുന്നത് സപ്പോർട്ടീവായിട്ട് അമ്മയുടെ ഒറ്റ സപ്പോർട്ടിലാണ് ആൾ പോകുന്നത്. അപ്പോൾ എത്ര കറക്റ്റായിട്ട് ആ ചാർട്ട് വന്നിരിക്കുന്നതെന്ന് ആലോചിച്ചോണം. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല മൂൺ സ്റ്റോണ്, ഒരു 10 ക്യാരറ്റിനടുത്ത് മൂൺ സ്റ്റോൺ, ഓക്കെ, 2 സ്റ്റഡ് ബട്ടൺസ് പേൾ പോലത്തെ പേളുണ്ട്. എയർ ഹോസ്റ്റസ്മാരെ കണ്ടില്ലേ, വലിയ ഒറ്റ പേള്. പേളിൻ്റെ സെറ്റിംഗ് എവിടെയാണെന്ന് നോക്കുകയാണ്. ഒരു പേളിങ്ങനെ പിടിപ്പിച്ച് ചെവിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന സെറ്റിങ്ങുള്ള 2 പേള്. കാരണം മൂണിനെ മാക്സിമം ബ്രൈറ്റൻ ചെയ്യുക. മൂണേ ഉള്ളു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ആ മൂണിനെ മാക്സിമം എൻഹാൻസ് ചെയ്യുന്നതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ റോങ് പ്ലാനറ്റ്സിനെ ഒന്നിനും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവർക്ക് ശരിക്കും വ്യാഴത്തിൻ്റെ വ്യാഴത്തിൻ്റെ സ്റ്റോൺ യെല്ലോ സഫയർ, അത് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ പാടില്ല. അത് 6th ഹൗസിൽ നീച്ചപ്പെട്ട് നിൽക്കുകയാണ് അല്ലേ? അല്ലല്ല, ഈ വ്യാഴ 8th ഹൗസിലാണ് നിൽക്കുന്നത്. വീനസ് ആണ് 6th ഹൗസിൽ നിൽക്കുന്നത്. ഈ 6th ഹൗസ് എന്ന് പറയുന്ന ഹൗസിൽ ചൊവ്വയുണ്ട്. ചൊവ്വ ആരാ? ഇവർ മേടലഗ്നക്കാരിയാണ്. മേടലഗ്നത്തിൻ്റെ അധിപൻ തന്നെ ചൊവ്വയാണ്. ഈ ചൊവ്വ ലഗ്നാധിപൻ തന്നെ രോഗസ്ഥാനത്ത് പോയി നിൽക്കുന്നു. ചൊവ്വയുടെ കല്ല് കൊടുക്കാൻ പറ്റിയ ലഗ്നാധിപനാ കൊടുക്കാമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്, പക്ഷെ ഞാൻ കൊടുക്കാറില്ല. ഒരു റിസ്ക്കും നമുക്ക് വരുന്ന ആൾക്ക് കൊടുക്കാൻ പാടില്ല. നമ്മളെ കല്ല് നോക്കാനായിട്ട് അല്ലെങ്കിൽ കല്ല് വാങ്ങാൻ വരുന്നവർക്ക് അവർക്ക് ഒരു റിസ്പെക്റ്റുള്ള കല്ലും ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് പരീക്ഷിക്കാനുള്ള സ്ഥലമല്ല വരുന്ന സ്ഥലം അല്ലേ. അപ്പോൾ ഇതിനകത്ത് സേഫറായിട്ട് അവർക്ക് ഉപയോഗപ്രദമായിട്ട് വരുന്നത് ചന്ദ്രൻ്റെ കല്ലാണ്. അത് മാക്സിമം ഇട്ടോളാൻ പറഞ്ഞു. ഡയമണ്ട് നോസ്പിൻ ഉള്ളത് വെപ്പിച്ചു, ഉപയോഗിക്കണ്ട. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഏത് രീതിയിൽ വേണം. കാരണം ഇതിൻ്റെ അകത്തുള്ള ബർത്ത് ചാർട്ടിലെ ഡിവിഷണൽ ചാർട്ടുകളെല്ലാം നമ്മൾ നോക്കണം. ഇപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഏക സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ചന്ദ്രനാണ്. മൂൺ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാത്തിനും പരിഹാരം ഇല്ലെന്ന് പറഞ്ഞാലും പരിഹാരങ്ങളുണ്ട്. കാരണം സൂര്യൻ പോയപ്പോൾ ഹെൽത്ത് പോയി, വൈറ്റമിൻ ഡി ഇല്ല. അയ്യോ സാറേ എന്നെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ വൈറ്റമിൻ ഡി തീർന്നു. അപ്പോൾ ഇതിന് നമുക്ക് അതിരാവിലത്തെ ഒരു 5-5:30 മണിക്ക് നിങ്ങൾ പുറത്തിറങ്ങുമോ, 5-5:15 മണിക്കെങ്കിലും പുറത്തിറങ്ങി നടന്ന് വന്ന് ഒരു 6-7 മണിക്കുള്ളിൽ കുളിക്കുക. ഡെയിലി രാവിലെ ഏർലി മോർണിംഗ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നടപ്പ് കഴിഞ്ഞു അതെല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തു. 2-3 ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക, പുറത്തിറങ്ങുക, നന്നായിട്ട് നടക്കുക, പിന്നെ വന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ബ്രീതിങ് എക്സസൈസ് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് സിമ്പിൾ പ്രാണായാമങ്ങളൊക്കെ ഉണ്ട്. പ്രാണായാമം ചെയ്യുക. അങ്ങനെ കുറച്ച് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ടഫായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കാരത്തോട് പറഞ്ഞാൽ മാനസികാവസ്ഥയ്ക്ക് അതൊന്നും ചെയ്യാൻ ചാൻസ് കുറവാണ്. സിമ്പിൾ സംഗതി. പുറത്ത് പോയി നടക്കുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് പ്ലാൻ ചെയ്യാം. സൂര്യൻ്റെ ആ ഒരു കോസ്മിക് എനർജി ബോഡിയിൽ വരും. അപ്പം തന്നെ ആൾക്ക് മാറ്റം വരും. എന്തും നേരിടാനുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടാവും. ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും. മറ്റേത് മനസ്സും ശരീരവും പോയിക്കൊണ്ടിരിക്കുക. പിന്നെ വീക്കായിട്ട് നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ ഒരു നല്ല മനസ്സുണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത് ഇല്ലേ. അതെ. അപ്പോൾ ആ കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വ്യക്തിക്ക് ആകെപ്പാടെ ഉപയോഗിക്കാൻ പറ്റുന്ന രത്നം പറയുന്നത് ഈ ചന്ദ്രരത്നമാണ്. മൂൺ സ്റ്റോണും അതുപോലെ തന്നെ പേളുമാണ്. നമ്മൾ ഈ ഒരു ചാർട്ടിൽ പറഞ്ഞ രത്നം, അതായത് ആ വ്യക്തിക്ക് നമുക്ക് ആകെ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു രത്നം എന്ന് പറയുന്നത് മൂൺ സ്റ്റോണും പേൾസുമാണ്. അതായത്
മൂൺ സ്റ്റോൺ അധികം ക്യാരറ്റേജിൽ തന്നെ യൂസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പേൾസ് കൊടുക്കാൻ കാര്യം വെച്ചാൽ പേൾസ് കുറച്ച് തണുപ്പാണ്, വാട്ടർ എലമെൻറ്റാണ്. ഈ സൂര്യശനിയൊക്കെ ബോഡി ഹീറ്റൊക്കെ കൂട്ടും. പിന്നെ ലഗ്നാധിപൻ ചൊവ്വ പോയി 6 നിൽക്കുന്നതുകൊണ്ടും ബോഡി ഹീറ്റ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. പേള് തണുപ്പിക്കും. പേള് വാട്ടർ എലമെൻ്റാണ്, തണുപ്പാണ്. അപ്പോൾ അത് ആ 2 ബാലൻസ് ചെയ്ത് ചെവിയിൽ ബാലൻസ് ആവും. നല്ലൊരു 10 ക്യാരറ്റിൻ്റെ മൂൺ സ്റ്റോണും കൂടെ ധരിക്കുക. അപ്പോൾ ഇവിടെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അത്ര ഈസി അല്ല. ആൾ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പീരീഡിലൂടെ കടന്നു പോകുന്നു. അപ്പോഴൊക്കെ ആള് പിടിച്ചു നിൽക്കുന്നത് ഈ പറയുന്ന ഈ മൂൺ സ്റ്റോൺ അല്ലെങ്കിൽ മൂണ് മനസ്സ് ആൾക്ക് അത്യാവശ്യം എന്താ എപ്പോഴും എന്ത് പ്രോബ്ലം വന്നാലും അവരുടെ മനസ്സ് ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് വരും. അതിപ്പോൾ ഈ മൂൺ സ്റ്റോണും പേൾസും ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഒരു മാറ്റം കൂടെ ആൾക്ക് സംഭവിക്കും. വ്യത്യാസം വരും, ഉറപ്പായിട്ടും വരും. ആ ഒരു മനോബലമൊക്കെ കുറച്ചും കൂടെ ശക്തിയാവും. അതാണല്ലോ ഇത് മൂണിനെ എൻഹാൻസ് ചെയ്യുന്ന 2 രത്നങ്ങളായി കൊടുത്തിരിക്കുന്നത്, മനസ്സിലല്ലേ? അതിനകത്ത് നമ്മൾ പേള് മാത്രം നമ്മൾ സാധാരണ ഫ്രഷ് വാട്ടർ പേളാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രഷ് വാട്ടർ പേൾ എന്ന് പറഞ്ഞാൽ ഷേപ്പ് കാണത്തുള്ളൂ, അതിന് ഒരു റൗണ്ട് ഉള്ള ഷേപ്പ്. നാച്ചുറൽ പേള് കൊടുത്തിട്ടില്ല, ഫ്രഷ് വാട്ടർ പേള് മതി. അപ്പോൾ അത് കൊടുക്കുന്നതോടുകൂടി ആൾക്ക് ചേഞ്ചസ് വരും, മാറ്റം വരും. ഇപ്പം ഇവിടെ പറഞ്ഞു നമ്മൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്ലാനറ്റ്സുകൾ ആൾക്ക് റോങ് സൈഡിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് 7th ഹൗസിലൊക്കെ സൂര്യശനി ബന്ധമൊക്കെ വന്നിട്ടുണ്ട്. അതും വളരെ റോങ് ആയിട്ട് നിൽക്കുക. ഇപ്പം ഈ ഒരു സാഹചര്യത്തിലൊക്കെ ഈ 7th ഹൗസിൻ്റെ രത്നങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ഞാൻ ഒരു കാരണവശാലും കൊടുക്കാറില്ല. 7th ഹൗസിൻ്റെ കല്ലുകൾ കൊടുക്കുന്നത് ഭയങ്കര അപകടം വിളിച്ചു വരുത്തുന്ന കാലഘട്ടം. ഇപ്പോൾ 7ൽ ചൊവ്വ നിൽക്കുന്നു, അതിൻ്റെ ചൊവ്വ ദശാകാലം. അതിൻ്റെ കല്ല് ധരിക്കാൻ ആൾക്കാർ പറയുന്നവരുണ്ട്, ധരിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് തന്നെ ചൊവ്വയുടെ കല്ല് മേടിച്ച് ധരിക്കുന്നവരുണ്ട്. അപകടം വരുത്തി വെക്കുന്നതിനപ്പുറമല്ല. 7th ഹൗസ് ഒരു മാരക സ്ഥാനമാണ്. അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കല്ലുകൾ കൊടുക്കാതിരിക്കുക നല്ലത്. അല്ലെ അതുപോലെ തന്നെ നമ്മളുള്ള ചില പ്ലാനറ്ററി പൊസിഷനിൽ അതുപോലുള്ള സ്മൂത്തായിട്ടുള്ള ഗ്രഹങ്ങളുടെ കല്ലുകൾ വേണേൽ കൊടുക്കാം. അത് വളരെ നോക്കിയിട്ട് മറ്റ് മാർഗമൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് കൊടുക്കുന്നത്, മനസ്സിലായി? ഇപ്പം നമ്മൾ ഇതിനകത്ത് ഈ 9 നവഗ്രഹങ്ങൾ നിൽക്കുന്നതിൽ ഒരു കല്ലാണ് ഈ വ്യക്തിക്ക് കൊടുത്തിരിക്കുന്നതെന്ന് ആലോചിച്ചോണം. ഈ റോങ് സൈഡ് മുക്കി നിൽക്കുന്ന ഒരു പ്ലാനറ്റിൻ്റെ ഒരു കല്ല് നമ്മൾ സജസ്റ്റ് ചെയ്യാറുമില്ല, ചെയ്തിട്ടുമില്ല, ഇനിയോട്ട് ചെയ്യത്തുമില്ല. 7 നിൽക്കുന്ന സൂര്യൻ്റെ ശനിയുടെയും കല്ലിട്ടിട്ട് ആ ഭാഗം ക്ലിയർ ചെയ്യാമെന്ന് എന്നാണ് നമ്മൾ കരുതണ്ടേ. അത് നടക്കില്ല, ചെയ്യാൻ പറ്റില്ല. അത് മേളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കുക. അവർ ചെയ്ത പ്രീവിയസ് ബർത്ത് കർമ്മ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഈ ഒരു പ്ലാനറ്റ് പൊസിഷൻ വന്നിരിക്കുന്നത്. അതിന് ഷോർട്ട് കട്ട്സ് ഇല്ല, അതിന് പരിഹാരം ഇല്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ചില കാര്യങ്ങൾക്ക് പരിഹാരം ഇല്ല, അത് അനുഭവിച്ച് തന്നെ അവർ തീർക്കണം. അതിനത് ലോക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നമുക്ക് ഈ ഗ്രഹങ്ങളുടെ കല്ലിട്ട് നേരെയാക്കാന്ന് വിചാരിച്ചാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എനിക്ക് ഇത്രയും വർഷം, ഈ 27 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച പല പാഠങ്ങളിലൊന്നായത് 7th ഹൗസ് കൊടുക്കാറേയില്ല. 7th ഹൗസ് തന്നെ ഒരു നല്ല ഹൗസ് അല്ല, അത് പാർട്ട്നേഴ്സിനെ അത് എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ 7ൽ ചൊവ്വയ്ക്കൊക്കെ വളരെ ദോഷം എന്നൊക്കെ പറയുന്നത്. ദോഷകരമല്ലാത്ത ചൊവ്വയുടെ പൊസിഷനുമുണ്ട്. ഇപ്പോൾ ലഗ്നാധിപനായിട്ട് നിൽക്കുന്നു, 7ൽ ആ ചൊവ്വ നിൽക്കുന്നു, അല്ലെ 7ൽ നിൽക്കുന്ന ഇടവലക്കുന്ന 7ൽ ചൊവ്വ രുചകയോഗം ചെയ്ത് നിൽക്കുന്നു. അതിനൊന്നും ദോഷമില്ല. ഈവൻ ദെൻ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം. കാരണം 7ാം ഭാവാധിപൻ്റെ പീരീഡ്, 7ൽ ഏത് ഗ്രഹം നിന്നോ ആ ഗ്രഹത്തിൻ്റെ പീരീഡും വളരെ മോശമായിരിക്കും പാർട്ണർക്ക്. വളരെ ചലഞ്ചിങ് ആയിരിക്കും അല്ലേ? ചലഞ്ചിങ്. ഈവൺ അതൊരു മരണം വരെ സംഭവിക്കാവുന്നൊരു കാലഘട്ടമായിരിക്കും 7ലെ പീരീഡ് പാർട്ട്ണർ സൈഡ്. അതുപോലെ തന്നെ ബിസിനസ് പാർട്ട്നേഴ്സിനും ദോഷം. അത് ബിസിനസ് പാർട്ട്ണർഷിപ്പൊക്കെ പൊളിഞ്ഞു പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും അത്. അപ്പം അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണത്. സ്വന്തമായിട്ട് പോയി എനിക്ക് 7ലേറെ ശനി നിൽക്കുന്നത്, പോയി ഇന്ദ്രനീലം മേടിച്ചിട്ടേക്കാം എന്നൊക്കെ എപ്പോഴും ഈ യൂട്യൂബിലൊക്കെ ഇത് വരുന്നതുകൊണ്ട് അത് പോയി മേടിച്ചിട്ടാൽ അപകടമാണ് നമ്മൾ വിളിച്ചു വരുന്നത്. അപ്പം ഈ പറയുന്ന ഈ രത്നധാരണത്തിലേക്ക് നമ്മൾ പോകുമ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു കാര്യങ്ങളിലേക്ക് പോകാനുള്ള
എപ്പോഴും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ എപ്പോഴും അതെ. പിന്നെ ഇവർക്ക് മൂൺ സ്റ്റോണും പേളും കൊടുക്കാൻ വേറൊരു കാര്യം കൂടി, ഈ അഞ്ചെന്ന് പറയുന്നത് നമ്മുടെ മനസ്സും കൂടെയാണ്. പൂർവ്വ പുണ്യക്ഷേത്രമാണ്. 5ാം ഭാവാധിപനാണ് നീചപ്പെടുകയും റോങ് കൺജക്ഷനിൽ നിൽക്കുന്നത്. അപ്പോൾ അത് ആ പൂർവ്വജന്മത്തിൻ്റെ കറക്റ്റായിട്ടുള്ള റിഫ്ലക്ഷൻ തന്നെയാണ്. 5 മനസ്സാണ്, മനസ്സും കൈവിട്ട് പോയി നിൽക്കുക. പക്ഷെ അവിടെയും ചന്ദ്രൻ നിൽപ്പുണ്ട്. ആ ചന്ദ്രനെ മാക്സിമം പോസിറ്റീവായിട്ട് കൊണ്ടുവരിക, എൻഹാൻസ് ചെയ്യുക. 10, 15, 20 ക്യാരറ്റ് വരെ വേണേൽ ചന്ദ്രകാന്തം യൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ 10 ക്യാരറ്റ് ഈ സ്റ്റഡുകൾ, പിന്നീട് നമുക്ക് നോക്കാം. പിന്നെ ഡെവലപ്മെൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു സ്റ്റോണ്, നവരത്ന മോതിരങ്ങൾ, ഡയമണ്ട്സ് ഒന്നും വാങ്ങിയിടരുതെന്ന് പ്രത്യേകം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഇപ്പം നമ്മൾ പേൾസിനെ കുറിച്ച് പറഞ്ഞു, അത് തണുപ്പ് എന്ന് സാർ പറയണ്ടായി. ഇപ്പം ഈ പേളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഈ മൂൺ അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ മൂൺ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ മനസ്സിലല്ലേ, വിട്ടുമാറാത്ത ജലദോഷം, റണ്ണിങ് നോസ്, എപ്പോഴും തണുപ്പടിച്ചാലും ബുദ്ധിമുട്ടുണ്ടാകുന്ന, ഒട്ടും ചില AC-യൊക്കെ 10 മിനിറ്റ് ഇട്ട് കഴിഞ്ഞ് ഓഫ് ചെയ്യാൻ പറയുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ നമ്മൾ പേൾസ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇവർക്ക് മൂൺ സപ്പോർട്ടീവ് ആണെങ്കിൽ അവർക്ക് ചന്ദ്രകാന്തം കൊടുക്കാം. ആ ഒരു തണുപ്പിൻ്റെ ചന്ദ്രകാന്തം ഭൂമിക്കടിയിൽ നിന്ന് വിളഞ്ഞുണ്ടാകുന്ന സംഗതികളാണ്. റോക്കാണത്. അപ്പോൾ ആ ഒരു തണുപ്പിൻ്റെ ഒരു ഇഷ്യൂസ് ഈ ചന്ദ്രകാന്തത്തിൽ ഇതിനകത്ത് വരുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ കല്ലുകൾ കൊടുക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഒരാളുടെ ഫിസിക്കൽ സംഗതി, അവരുടെ എന്താണ്, അവർക്ക് വല്ല അസുഖങ്ങളുണ്ടോ, രോഗങ്ങളുണ്ടോ, ഇതെല്ലാം നമ്മൾ കണക്കിലെടുത്ത് വേണം. ബോഡി ഹീറ്റ് കൂടുതലാണോ, ബോഡി ഹീറ്റ് കുറവാണോ, ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ തക്കവണ്ണമുള്ള രത്നങ്ങൾ ഭൂമിയിൽ ഒരു സൊല്യൂഷൻ പോലെ, മനുഷ്യൻ്റെ ഒരു ജീവിതത്തിന് പരിഹാരമായിട്ട് രത്നങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അത് കൃത്യമായിട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കൃത്യമായിട്ട് ധരിക്കണം, കൃത്യമായിട്ട് വേണ്ട തൂക്കത്തിലും അളവിലും ആയിരിക്കണം. നല്ല കട്ടിങ്, ക്ലാരിറ്റി, ഇതെല്ലാം കല്ലിനുണ്ടാകണം. നാച്ചുറലായിട്ടുള്ള ഇൻക്ലൂഷൻസ് ഉണ്ടാകണം. മനസ്സിലായി? ഇപ്പം മരതകത്തിനാണെങ്കിൽ ആ നാച്ചുറൽ ഫ്ലോസ് അതിനകത്ത് കാണണം. ആ പ്ലെയിനായി പോകാൻ പാടില്ല ആ കല്ല്. അതിനകത്ത് മാർക്കുകളും ജരകളും എല്ലാം കാണണം. മനസ്സിലായില്ലേ? ഈ വക കാര്യങ്ങളാണ് നമ്മൾ ഈ രത്നധാരണത്തിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ധാരാളം വിവരങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന ഈ മൂണിനെക്കുറിച്ചും ഇതിൻ്റെ രത്നത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഇനിയും ഉള്ള എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തണം. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. നമസ്കാരം.